ഇന്ന് ഞാനുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പുട്ടാട്ടാ. ഗോതമ്പ് പുട്ടിന് കറിയായിട്ട് ഉണ്ടാക്കുന്നത് ചെറുപയറും കപ്പയും കൂടിയിട്ടൊരു കറി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. നമ്മൾ ചെറുപയർ വേവിക്കണം, പിന്നെ കപ്പയ്ക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുറച്ച് തേങ്ങയ്ക്ക് അരച്ച് വയ്ക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് ചെറുപയർ തലേദിവസം വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് പൊടിക്കുള്ള പുട്ട് ഞാൻ ഈ സൈഡിൽ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ കുതിർത്ത ചെറുപയറുണ്ടല്ലോ നല്ലപോലെ കഴുകി അരിച്ചെടുക്കണം. അതിൽ എന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് അരിച്ച് നമുക്ക് കലത്തിലേക്ക് മാറ്റാം. ഞാൻ ചെറുപയർ എങ്ങനെ വേവിക്കാമെന്ന് വിചാരിച്ചാലുണ്ടല്ലോ, ആദ്യം ഞാൻ ചെറുപയർ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കും. നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുമ്പോൾ അതിലിങ്ങനെ സൈഡിലിങ്ങനെ ഒരു വെളുത്തിട്ടൊരു സംഭവങ്ങളൊക്കെ വരുമല്ലോ. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതെന്തോ വൈറ്റമിൻ എന്താണെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതൊക്കെ നല്ലപോലെ കുറച്ചും കൂടി നല്ലപോലെ വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം ഞാൻ ഈ ചെറുപയർ ഒന്ന് കഴുകിയെടുക്കും. ഈ ചെറുപയർ വെന്തിട്ടില്ല, ഒന്ന് ജസ്റ്റ് തിളച്ച് വന്നിട്ടുള്ളൂ. എന്നിട്ട് 2-3 പ്രാവശ്യം കഴുകി നല്ല തെളിഞ്ഞ വെള്ളം വരുന്ന വരെ ഈ ചെറുപയർ ഞാൻ കഴുകിയെടുക്കും. എന്നിട്ട് ഞാൻ വീണ്ടും വേവിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ അങ്ങനെ തിളപ്പിച്ച് കഴുകി വൃത്തിയാക്കിയെടുത്ത ചെറുപയറും 1 കപ്പ് കപ്പ, ആ കപ്പി ഞാനൊരു 3/4 ഭാഗം വേവിച്ചെടുത്തിട്ടുണ്ട്. കപ്പ, ഒരു പച്ചമുളക്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ഒരു 5-6 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം, ഇത് നിലത്തൊക്കെ വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് വേവാനായിട്ട് അത്യാവശ്യം ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. ഈ ചെറുപയറൊക്കെ വേവാൻ. ചെറുപയർ വെന്തിട്ടില്ല, ഒന്ന് തിളച്ചെടുക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതവിടെ കിടന്ന് നല്ലപോലെ വേവട്ടെ. അപ്പോൾ ഈ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ, ഒരു വെളുത്തുള്ളിയിൽ ചെറിയുള്ളി, കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഏകദേശം ഇതിനുള്ള വേറെ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടാകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചെറുപയറയ്ക്കും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നല്ലപോലെ തിളച്ച് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ മിക്സ് ഉണ്ടല്ലോ അതുകൂടി ചേർക്കാം. അതുകൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങയും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. എന്തായാലും വെച്ചാൽ ജീരകം ഉള്ളിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ എന്ത് ചെയ്യണം, തിളപ്പിച്ചെടുക്കണം. കണ്ടില്ലേ, അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. ഈ കറി ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് എവിടെയാണെന്നറിയോ, ഇവിടെ അമ്പലത്തിൽ ചോറ് കൊടുക്കില്ല, കഞ്ഞി കിട്ടി. അപ്പോൾ കഞ്ഞിയുടെ കൂടെയുള്ള കറിയാണ് ഈ ചെറുപയറും കപ്പയും കൂടെയുള്ള കറി. അത് കുറച്ച് കട്ടിയായിട്ടാട്ടോ, ഇതുപോലെ ലൂസ് തന്നെ ആയിട്ടിരിക്കും. പിന്നെ അത് ഇരുന്നൊന്ന് കുറുകി വരേണ്ടതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഈ സ്റ്റേജിൽ ചേർക്കാം. അപ്പോൾ ഉപ്പിക്കും ചേർത്തിട്ട് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും നല്ല ലൂസായിട്ടിരിക്കണ്ടോയെന്ന്. ഒന്നും വിചാരിക്കണ്ട, ഇതവിടെ ഇരിക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലപോലെ ഇങ്ങനെ കപ്പയും ചെറുപയറൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടാം, ഉള്ളി ഇടാം, പിന്നെ കുറച്ച് മുളക് പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി ഉരുട്ടി ചേർക്കാം. അതെല്ലാവർക്കും അറിയണതല്ലേ, അപ്പോൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടില്ലേ, നമ്മുടെ കണ്ടൊന്ന് കുറുകി വന്നത് കണ്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ.